ഹലോ ഫ്രണ്ട്സ്, സ്ക്രീൻ മീഡിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി പ്രോജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ആർഡിനോ പ്രോജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള ബൾബ് എങ്ങനെ നമുക്കൊരു മൊബൈൽ യൂസ് ചെയ്ത് സിമ്പിളായി കൺട്രോൾ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബൾബ് മാത്രമല്ല, എന്ത് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അടിപൊളി പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും ഒരു മൊബൈൽ യൂസ് ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി അടുത്തായിട്ട് നമുക്ക് arduinoയിലേക്ക് കോഡ് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കണക്ഷൻ കാട്ടി ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഇതേപോലെ നമ്മൾ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പിന്ന് D2ഉം D3ഉം ആണ് യൂസ് ചെയ്തത്. അതേപോലെ D4ന് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പിന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ കോഡിലൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൽ കോഡിൽ പിന്ന് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതേപോലെ മറ്റേ ഭാഗം നമ്മൾ ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിലേ മൊഡ്യൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 5 വോൾട്ടിൻ്റെ റിലേയിൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ചെറിയ LED കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായി തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റിലേ മൊഡ്യൂളൊന്നും വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് നമ്മൾ വേറൊരു റിലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് 12 വോൾട്ടിൻ്റെ റിലേ ആണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൂസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റായി തന്നെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിലൊരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിക്കാൻ പറ്റുന്ന ഒരു പിൻ ഉണ്ടാവും, അത് വെച്ച് തിരിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് അതിലുണ്ട്. നമുക്ക് 2 കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലേക്കും കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം AC കറണ്ടാണ്, ആ ബൾബ് കത്താൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് arduinoയിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പവർ ബാങ്കിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള പവർ ബാങ്കാണ്, നമ്മൾ ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ AC കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സേഫ്റ്റി നോക്കുക. അപ്പോൾ ഷോക്ക് അടിക്കാൻ ചാൻസ് കൂടുതലാണ്, അതായത് നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതൊക്കെ എന്തായാലും നോക്കുക ചെയ്യുമ്പോൾ. പിന്നീട് നമ്മൾ ഇനി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പേര് arduino ബ്ലൂടൂത്ത് കൺട്രോളർ എന്നാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിലൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ HC 05 ആണ്, അപ്പോൾ അതിൽ കാട്ടും. അപ്പോൾ 06 ആണെങ്കിൽ 06 കാണിക്കും. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ബട്ടൺസ് ഉണ്ടാവും, അപ്പോൾ അതിൽ ABCD എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നും കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കോഡിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ആ ബട്ടൺസിലൊക്കെ പോയി ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അടിപൊളി വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെയിലാണ്, അതാണ് കാണാത്തത്. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബ്ലൂടൂത്ത് മൊഡ്യൂൾ അവിടെ മിന്നി കത്തുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കണക്റ്റ് ആവാതെയാണ്. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നിന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ അടിപൊളി വർക്ക് ആവുന്നുണ്ട്. ആ ബട്ടൺ നിൽക്കി ഒരു 2 സെക്കൻഡ് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അത് കണക്ഷൻ അവിടെ എത്താനുള്ള ടൈം ആയിരിക്കും. അപ്പോൾ അത് ഡിലേ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്കതിൽ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് വോയിസ് വെച്ച് കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്. അതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാം വർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ബൾബ് മാത്രമല്ല എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാം വർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ LED തൊട്ട് വലിയ ബൾബ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വലുതിൽ നമുക്ക് റിലേ യൂസ് ചെയ്താൽ മതി. ചെറുതിലാകുമ്പോൾ നമുക്കൊരു 5 വോൾട്ട് ആണെങ്കിൽ ഡയറക്റ്റായി തന്നെ കൊടുത്താൽ മതി, വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കരുത്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്.